നിയമം മൂലം നിരോധിച്ചിട്ടും അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും അഹന്തയുടെയും പ്രതീകമായി ഇന്ന് നിലനിൽക്കുന്ന സ്ത്രീധനം എന്ന മഹാവിപത്ത് അതുമൂലം ക്രൂരമായി ജീവഹാനി സംഭവിച്ച നമ്മുടെ സഹോദരിമാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പുള്ള ഈ അമ്മയുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. മോളെ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നീ ഇന്ന് കോളേജിലൊന്നും പോകണ്ട. നിന്നെ കാണാൻ ഇന്നാണ് ചെക്കൻകുട്ടൻ വരുന്നേ. അയ്യോ അമ്മ, ഞാൻ പറഞ്ഞതല്ലേ, എനിക്കിപ്പോൾ കല്യാണം വേണ്ട, എനിക്ക് പഠിക്കണം. ശിവ ശിവ, എന്താ ഈ പെൺകുച്ച് പറയണേ? ഈ തറവാട്ടിൽ പെൺപിള്ളാരും 18 കഴിഞ്ഞ് നിന്നിട്ടില്ല. ഇതിപ്പോ കഴിഞ്ഞ ചിങ്ങത്തിൽ 19 തികഞ്ഞു. മോളുടെ നന്മയ്ക്ക് വേണ്ടിയില്ലേ ഞങ്ങൾ ഇതൊക്കെ പറയണേ. ഈ ചെക്കനെ സർക്കാർ ഉദ്യോഗസ്ഥനാ. എങ്ങനെയെങ്കിലും കല്യാണം നടത്തി കിട്ടണം. ഈ കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യം മോളെ. ഈ വീടിന്റെ ആധാരം വിറ്റാൽ എത്ര കിട്ടുമെന്ന് അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. അല്ലേയും പെൺപിള്ളാരെ പഠിച്ചിട്ട് എന്തിനാ? വീട്ടു ജോലിയും പിള്ളാരെയും നോക്കാൻ മതി. അപ്പൊ ഞാനോ? എന്റെ സ്വപ്നങ്ങൾ 2 മാസത്തിന് ശേഷം നമ്മുടെ ബാധ്യതകളെല്ലാം കഴിഞ്ഞു. കല്യാണം നല്ല ഭംഗിയായി നടന്നു. ഹലോ അമ്മ, അമ്മ എനിക്ക് വയ്യാമ്മ, എന്നെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഇന്നും എന്നെ തല്ലി അമ്മ. നമ്മൾ കൊടുത്ത സ്വർണം പണം എല്ലാം കുറഞ്ഞു പോയെന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുമോ അമ്മ? അയ്യോ മോളെ, നീ എന്തായി പറയണേ? നിനക്കറിയില്ലേ എന്തോരം കഷ്ടപ്പെട്ട ഞങ്ങൾ ഈ കല്യാണം നടത്തിയത് എന്ന്? കുറച്ചെല്ലാം പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. മോള് കുറച്ച് ക്ഷമിക്ക്. നീ സ്നേഹത്തോടെ നിന്നാ എല്ലാം ശരിയാവും. അതുമാത്രമല്ല, നീ ഭർത്താവിനെ വിട്ട് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നാൽ ആൾക്കാരെല്ലാം എന്ത് പറയും? പിന്നെ ഈ അച്ഛനും അമ്മയും എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? മോള് കുറച്ച് ക്ഷമിക്ക്. പക്ഷെ അമ്മേ, അമ്മേ ഹലോ. എടി, എവരാടി നിനക്ക് വിളിക്കുന്നേ? ഓ, നിന്റെ വീട്ടുകാരെയോ? അവരുടെ എന്തുണ്ടാക്കാനാ ചെറുക്കൂട്ടങ്ങൾ. ഇവിടെ വാടി. നിന്റെ തിരിക്കടി. ഞാൻ ഒറ്റയ്ക്കാണ്. ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ ആരുമില്ല. നീ ആരും മരിക്കരുത്, എനിക്ക് രക്ഷയില്ല. അല്ലെങ്കിലും സ്വന്തം മക്കളുടെ രോദനത്തെക്കാൾ സമൂഹത്തിന്റെ പരിഹാസങ്ങളിൽ അട്ടഹാസങ്ങളിൽ വെച്ചിട്ടുള്ള ഒരു പാവമല്ലേ മതിയാക്കാം. ആർക്കും ഭാരമാണുള്ളത്. സ്വയം രക്ഷിക്കണം. അതെ, നമ്മുടെ നാട്ടിൽ മറ്റൊരു സ്ത്രീധന മരണങ്ങളും. ഈ അവസരത്തിൽ മരണപ്പെട്ട കുട്ടിയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അമ്മ പറയൂ, മകളുടെ മരണത്തിനിടയായ കാരണം സ്ത്രീധന പീഡനം തന്നെയല്ലേ? അതെ, എന്റെ മോളെ ഈ ഞാനാ കൊന്നേ. കുടുംബത്തിന്റെ അഭിമാനത്തിന് വേണ്ടി എന്റെ മോളെ ഈ ഞാനാ കൊന്നേ. എന്റെ മോളെ. പ്രബുദ്ധ കേരളമേ, കേൾക്കൂ. നമ്മുടെ പെൺകുട്ടികൾ നമുക്ക് ബാധിതരല്ല. സ്വന്തമായി ചിന്തകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള മനുഷ്യജന്മങ്ങളാണവർ. അവർ പഠിക്കട്ടെ, പറക്കട്ടെ അവരുടെ സ്വപ്നങ്ങളിലേക്ക്. നന്ദി, നമസ്കാരം.